റിലീസ് ചെയ്ത ആ ട്രെയിലറിനകത്തുള്ള ചില വാചകങ്ങൾ പരോക്ഷമായിട്ട് വെല്ലുവിളിക്കുന്നതാണ് എന്ന് തോന്നിയാൽ അതിശയിക്കാനില്ല. അവന്റെ ഇന്നത്തെ വിധിക്ക് മുൻപ് തയ്യാറാക്കി വെച്ച ഒരു ട്രെയിലർ പോലെ എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. അതിൽ ചില വാചകങ്ങൾ കാണിക്കുമ്പോൾ ഒറ്റ സെക്കൻഡ് ഞാൻ പറയാം. തനിക്കെതിരെയുള്ള കാത്തിരുന്ന എൻ്റെ കംബാക്ക് മൊമെന്റ് എന്ന് നായകൻ പറയുമ്പോൾ കേരള പോലീസിനെ കാണിച്ചുകൊണ്ടാണ് ആ വാചകം. അതിലൊരു ചതിയില്ലേ? എന്ത് ചതി? ഇതൊരു പ്ലാൻ ചെയ്തു വെച്ച ട്രെയിലറാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഈ മഞ്ഞക്കണ്ണ മൊത്തം നിങ്ങൾക്ക് മഞ്ഞയായിട്ട് തോന്നും. അത് എന്റെ മോനെ മഞ്ഞപ്പിത്തുള്ളത് കൊണ്ടാ കാണുന്നതൊക്കെ മഞ്ഞ. നിങ്ങളുടെ ഒരു പ്രശ്നം എന്നാ അറിയോ? ഇപ്പോ ദിലീപിന്റെ പടം രാമലീല ഇറങ്ങി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ ആ പടം നേരത്തെ ഷൂട്ട് ചെയ്തതാണല്ലോ. അതിലൊരു ഡയലോഗ് ഉണ്ട്. എന്താണ്? എന്നെ പ്രതിയാക്കാൻ ആരോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഞാൻ പ്രതിയാകണമെന്ന് ആരൊക്കെയോ എവിടെ ഇരുന്ന് തീരുമാനിച്ചെന്ന് ആണ് ആ ഡയലോഗിന്റെ അർത്ഥം. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഉണ്ടാകണം, ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കും. അതങ്ങനെയായിരുന്നു. പറയൂ. അപ്പോ ഒരു സിനിമയിൽ ഒരു ഡയലോഗ് വരുന്നത് ദിലീപുമായി ബന്ധപ്പെട്ടല്ല, അത് കഥാപാത്രമാ പറയുന്നത്. ഈ ടീച്ചർക്ക് ഒന്നും അറിയില്ല. നിങ്ങൾക്ക് അതിനെ കൂട്ടി യോജിപ്പിക്കാൻ തോന്നുമെങ്കിൽ ഇപ്പൊ ബാലേന്ദ്രകുമാറിന്റെ പഴയ ഡയലോഗുകൾ സെക്കൻഡ് അര സെക്കൻഡ് കൊണ്ട് കൂട്ടി യോജിപ്പിച്ച പോലെ നിങ്ങൾക്ക് ഇങ്ങനെ ദിലീപ് വിരോധം വെച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ പ്രശ്നം ഏതാ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് കണ്ണ് മഞ്ഞയാണ്, എല്ലാം മഞ്ഞച്ചിരിക്കുന്നു തോന്നുന്നു. ആ കൊച്ചനോട് ഇത്ര കണ്ണുകടി പാടില്ല ഒന്ന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് ബബ്ബ എന്ന സിനിമ അതിന് നിർമ്മലാവിന്റെ തീരുമാനമാണ്. അത് എപ്പോ റിലീസ് ചെയ്യണം വേണ്ട, അത് ഗോകുലം ഗോപാലേട്ടന്റെ തീരുമാനമാണ്. ഇനി അങ്ങേക്ക് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മാറിന്നോളാം. അതിന് നിർമ്മലാവിന്റെ തീരുമാനമാണ്. അത് എപ്പോ റിലീസ് ചെയ്യണം വേണ്ട, അത് ഗോകുലം ഗോപാലേട്ടന്റെ തീരുമാനമാണ്. നിങ്ങളുടെ കാര്യം നോക്കുക. നീ വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. നിങ്ങളോട് ഒരു കാര്യം, ഈ ചാനലുകാരെല്ലാം ഭയങ്കര കേരളത്തിലെ മുഴുവൻ സ്ത്രീജനങ്ങളെ സംരക്ഷിക്കുന്നു, കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളായി മാറുകയല്ലേ. ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഞങ്ങൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു അല്ലേ സാർ? പിന്നെ ഈ ചാനലിലൊക്കെ എത്ര സ്ത്രീജനങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിടോ ഇവിടെ കേസ് കണ്ടില്ലല്ലോ. അതൊന്നും ഇവിടെ ആർക്കും അന്വേഷിക്കണ്ടല്ലോ. സ്വന്തം വീട്ടിലെ സംഭവവികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും? ചില ചാനലിലെ അവതാരകരൊക്കെ എന്താ പറയാ പോക്സോ കേസ് പ്രതികളാ. അയ്യേ, ഇതാണ് പുള്ളി. അങ്ങനെയൊന്നുമില്ല, ടൈം പാസ്. ഇതുവരെ ഇതിനൊന്നെ കുറിച്ച് നിങ്ങളൊരു ചർച്ച വെക്കാത്ത എന്താ? രക്തബന്ധം. നിങ്ങൾ എന്തിനാ നിങ്ങളുടെ കണ്ണിൽ എങ്ങനെ വലിയ തൂമ്പാക്ക ഇരിക്കും? അല്ല, ശ്രീ സജിനന്ദയായിട്ട് അല്ല, ഇടപെട്ടുകൊണ്ട് പറയട്ടെ. പറയൂ. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരൊക്കെ ഈ സൈബർ ആക്രമണം നടത്താനും ഇതുപോലെ കാശ് ഇറക്കിക്കൊണ്ട് ആൾക്കാരെ കൊണ്ട് ജയ് വിളിപ്പിക്കാനൊക്കെ നടക്കുകയാണല്ലോ അല്ലെ? ഇതെല്ലാം അവന്റെ കളിയാണ് സാർ, അവന്റെ മാത്രം കളി. അവന്റെ ആളുകൾ എവിടെയൊക്കെയോ ഉണ്ട്. ഇങ്ങനെ അലിഗേഷൻസ് ഉയർന്നവരൊക്കെ അതാണല്ലോ ചെയ്യുന്നത്. താങ്കളൊക്കെ അങ്ങനത്തെ കാഴ്ചകളാണല്ലോ കണ്ടിരിക്കുന്നത് അല്ലേ? അയ്യോ, വീണ്ടും തെറ്റില്ലോ ചേച്ചി. സിനിമാ നടന്മാർക്ക് ആരാധകന്മാരുണ്ടാകും, സിനിമാ നടികൾക്കുണ്ടാകും, അതൊക്കെ സ്വാഭാവികം, അതാണല്ലോ സിനിമ. അത് നിങ്ങളെന്തിനാ അതേക്കുറിച്ച് തിരക്കാൻ വരിക? സിനിമാക്കാരെയും സർക്കസുകാരെയും പോലുള്ള സോഫ്റ്റ് ടാർഗറ്റ്സിനെ പിടിക്കാനോ അവരെ കൂട്ടിലടയ്ക്കാനോ വലിയ ഉശിര പോലീസിന് മീഡിയയ്ക്കൊക്കെ. രാഷ്ട്രീയം കളിച്ച് നാട് പിടിച്ചവരെ കുറിച്ച് പറയാനോ അവരെ തൊടാനോ ഇവിടെ ഒരു പോലീസ് വലിയൊരു മീഡിയയിലോ ഒതും. നിയമവ്യവസ്ഥകളെ നടപടികളെ ഒക്കെ മാനിക്കേണ്ടതായിട്ടുള്ള ബാധ്യത ഇവിടെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നപ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനും കുറെ കാലമായല്ലോ ഈ ഫീൽഡിൽ ഇരിക്കുന്നു, എനിക്കറിയാം. ഇതുപോലെ ഇറങ്ങി നിന്ന് അതിജീവിതകളെ ആക്രമിക്കാൻ നടക്കാനുള്ള ധൈര്യവും നട്ടലും ഒക്കെ സിനിമ ഇൻഡസ്ട്രി കൊടുക്കുന്ന പോലെയൊന്നും ചാനൽ ഇൻഡസ്ട്രി കൊടുത്തിട്ടില്ല, ന്യൂസ് ചാനൽ ഇൻഡസ്ട്രി കൊടുത്തിട്ടില്ല. ഇത് സകല വെപ്പുകാരും പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. നിന്റെ വർത്താനം കുറച്ച് ഓവറാവുണ്ട് കേട്ടോ കുഞ്ഞിരാമ, ഒരു പൊടിക്കടങ്ങിക്കോ. അത് നിങ്ങളുടെ പക്ഷമല്ലേ, നിങ്ങൾക്ക് പിന്നെ ഇതെല്ലാം അതെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രശ്നം എന്താ? ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ദിലീപിനെ ശിക്ഷിക്കണമായിരുന്നു, ഇതാണോ നിങ്ങളുടെ പ്രശ്നം? വെടിവെച്ച് കൊല്ലണപ്പ അതിനെ കേരളത്തിലെ പുരുഷന്മാരല്ല എന്നാ ഇവിടുത്തെ പെണ്ണുങ്ങളെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവും, അത് ഏത് സമൂഹത്തിലും ഉണ്ട്, അത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ മാത്രമുള്ളവരല്ല, കേരളത്തിലെ പുരുഷന്മാരല്ല സ്ത്രീകളെ സംരക്ഷിക്കുന്നവരല്ലേ. നിങ്ങൾ എന്തായി പറഞ്ഞത്? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ് നാക്കെടുത്താന്നേ പറയൂ. പിന്നെ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാവും. കേരളത്തിലെ മുഴുവൻ സ്ത്രീജനങ്ങളെയും സംരക്ഷിക്കുന്ന ഇവിടുത്തെ പുരുഷന്മാരാകട്ടോ കാത്തു പരിപാലിക്കുന്നത്. പിന്നെ സ്ത്രീകളും ജനങ്ങൾ പല പർവ്വത്തിലുണ്ട്. പുരുഷന്മാർക്ക് എത്രയോ ദ്രോഹങ്ങൾ ചെയ്യുന്ന സ്ത്രീകൾ ഇവിടെ ഉണ്ട്, ഇല്ലേ? തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. ചില എന്താ പറയാ, ഫെമിനിസം എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അതിനകത്ത് വേറെ സൂഡോ ഫെമിനിസ്റ്റുകളുണ്ട്. പുരുഷവർഗത്തോട് എനിക്ക് അറപ്പാണ്, വെറുപ്പാണ്, തീർത്താൽ തീരാത്ത പകയാണ്. ഈ സൂഡോ ഫെമിനിസ്റ്റുകളുടെ ഒരു പ്രശ്നം എന്നാ അറിയോ? ശ്രീ സജിനന്ദയായിട്ട് ഈ പറയുന്നത് താരാ സംഘടനയുടെ ഭാരവാഹികളെ കുറിച്ചൊന്നും അല്ലല്ലോ അല്ലെ? ഒരു സംശയം കൊണ്ട് ചോദിച്ചതാ, കാരണം നമ്മുടെ ടോപ്പിക് ഇതാണല്ലോ. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. മതിയോ? താരസംഘടന നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്. താരസംഘടനയുടെ അത് സ്വകാര്യ സംഘടനയാ, ഗവൺമെന്റ് സംഘടനയൊന്നുമല്ല.
ഞങ്ങളുടെ സൗകര്യം പോലെ അവർ ചെയ്യും. അതിന് ഇവൻ എന്തിനാ വിഷമിക്കണമെന്ന് ഞാൻ ചോദിക്കണേ. എന്റെ ഉത്തരവാദിത്വം കുറെ കൂടി സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിരിക്കുക കക്ഷി. അവർക്ക് അവരുടെ മെമ്പർമാരെ സംരക്ഷിക്കുക, പുറത്താക്കുക, എടുക്കുക, നിങ്ങൾക്ക് തന്നെ കയറാം. എന്റെ കുടുംബത്തെ കാര്യം അന്വേഷിക്കാൻ നീ ആരാ? നിങ്ങൾ ഇതിനകത്ത് ഇടപെടാൻ പോണേ. നിങ്ങളുടെ പ്രശ്നം എന്താന്ന്? നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. ശ്രീ സജി നന്ദിയേട്ടൻ, ദിലീപിനോട് അഗൈതവമായ സ്നേഹമുള്ള ഒരാളാണ് സജി നന്ദിയേട്ടൻ ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് നമുക്കറിയാം. അതാ നിന്റെ വിഷമം. ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അത് രാധയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ജീവിതത്തിൽ ഒത്തിരി കടപ്പാടുണ്ട് ആ മനുഷ്യനോട്. അതിൽ തർക്കമൊന്നുമില്ല. താരസംഘടനയുടെ വിഷയത്തിൽ അതല്ല, രണ്ട് നിലപാടെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ താരസംഘടനയ്ക്ക് ആർക്കാണ്? താങ്കൾ ആ സ്നേഹത്തെക്കുറിച്ചാണല്ലോ വാദോരാധ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹം താരസംഘടനയ്ക്ക് ആരോടാണ്? ദിലീപിനോടാണോ അതിജീവിതയോടാണോ എന്ന് താങ്കൾക്ക് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? എനിക്കില്ലാത്തതുകൊണ്ട് ചോദിച്ചതാണ്. ഇത് എന്ത് പിശാചിക്കലാണ്? ഉടുമ്പ് പിടിക്കണവരെ പിടിക്കണത്. ഒന്ന് അവിടെ ഒന്ന് ഇവിടെ. എന്ത് ശ്രദ്ധിക്കൂ, താരസംഘടനയിൽ 99.9% പെണ്ണുങ്ങൾ അവിടെയുണ്ട്, സ്ത്രീകൾ ജനങ്ങൾ അവിടെയുണ്ട്. അവിടെ ഒരു മാസം താരസംഘടന അവിടുത്തെ താരങ്ങളായ സീനിയേഴ്സിന് അവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവരുണ്ട് കേട്ടോ, മരുന്ന് വാങ്ങിക്കുന്നവരുണ്ട്. അച്യുതൻ നമ്പ്യാരോ കൊടുക്കില്ല, എന്നാ കൊടുക്കാൻ സന്മനസ്സുള്ളവരെ പുച്ഛിക്കുകയും ചെയ്താലോ? അതായത് പട്ടി പുല്ല് തിന്നുകയില്ല, പശുവിനോട്ട് തീറ്റിക്കുകയില്ല. അതിന് കാരണക്കാരൻ ദിലീപ. 2010 സിനിമയുണ്ടല്ലോ, ആ സിനിമ ഇറക്കിയ താരസംഘടനയ്ക്ക് ഫണ്ടുണ്ടാക്കിയത്. ആ താരസംഘടന ദിലീപിന് വേണ്ടിയിട്ടല്ല ചെയ്തത്. ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാൽ ഉൾപ്പെടെ നേതൃത്വം അവർക്ക് താരസംഘടനയുടെ നേതൃത്വം ഇതിൽ അവർക്ക് സിനിമ കിട്ടത്തില്ലേ? അതുകൊണ്ടല്ല, അവരുടെ സഹ അംഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവർ നല്ല പ്രവർത്തനം ഒത്തിരി വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട്. എത്ര പേർക്ക് വീട് വെച്ചു കൊടുക്കുന്നുണ്ട്? വലിയ കാര്യമായി പോയി. നിങ്ങൾ ഇതൊന്നും കാണാൻ ശ്രീ സജി നന്ദിയേട്ടൻ, ഈ വാദം ഞാൻ ഒരു വർഷം മുമ്പ് കേട്ടിട്ടുണ്ട് ധർമ്മജൻ ബോൾഗാട്ടിയും. അപ്പൊ ഞാൻ അതിന് മറുപടി അന്ന് പറഞ്ഞു. ഞാൻ ക്ഷമിച്ചതാ, എന്റെ വീടായി പോയി. അല്ലെങ്കിൽ കണ്ടല്ലോ. ആ ടോപ്പിക്കിലേക്ക് വീണ്ടും കടക്കുന്നില്ല. പക്ഷെ അതുകൊണ്ട് താരസംഘടനയ്ക്ക് ബാധ്യത ദിലീപിനോട് മാത്രമാണ് എന്ന് ശ്രീ സജി നന്ദിയേട്ടൻ മനസ്സിലാക്കുന്നു. താങ്കൾ അത് പറയുന്നു. അതാണ് വ്യക്തമായ ചിത്രം അല്ലേ? ദിലീപിന് സ്വന്തം ഒന്നുമല്ല, ദിലീപിന് സ്വന്തമാണ് താരസംഘടന. ദിലീപ് ഒത്തിരി കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ദിലീപിനെ അവർ പുറത്താക്കിയെങ്കിൽ ദിലീപിനെ നിരപരാധി കോടതി പറയും. നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ മാധ്യമ വിചാര, നിങ്ങളുടെ ഈ അന്തിച്ചർച്ച ആണോ കേരളത്തിലെ ഇന്ത്യയിലെ നിയമം തീരുമാനിക്കുന്നത്? ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം. ഇവിടുത്തെ നിയമം പറഞ്ഞു അയാൾ നിരപരാധിയാണെന്ന്, തികച്ചും നിരപരാധിയാണെന്ന്. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അറിയാമോ, നിങ്ങൾക്ക് അയാളോട് വൈരാഗ്യ ഗ്രഡ്ജാ. ചിലരൊക്കെ കാരണം 7-8 വർഷമാണ് നഷ്ടമായത്. അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. സിനിമയ്ക്കകത്ത് കുറെ ആൾക്കാരുണ്ട്, അവരുടെ പ്രശ്നം നിയമമല്ല. ഇവർക്ക് നിയമം. ഇവര് കണ്ടോ ദിലീപ് പീഡിപ്പിക്കുന്നത്, അല്ല പീഡിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുക്കുന്നത്? അല്ല, ഇത്രയാസ്ഥിതിക്ക് നമുക്കതങ്ങോട്ട് ഊഹിക്കാനുള്ളൂ. ഇവര് കുറ്റപത്രം വായിച്ചിട്ടുണ്ടോ? ഇവർക്ക് കോടതി എന്താണെന്നറിയാമോ? ഇവർക്കൊരു ചുക്ക് ഒരു തേങ്ങാപ്പിണ്ണാക്കും അറിയത്തില്ല. നടപ്പ് കണ്ട കളക്ടറുടെ ഗമയാ. പിന്നെ അവർക്ക് ആകെ അറിയാവുന്ന ഒറ്റ കാര്യമുള്ളൂ, അവർക്ക് ദേഷ്യമാ. ആരോടാ ദേഷ്യം? ദിലീപിനോട്. ഇംഗ്ലീഷിലും ഒരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? പീപ്പിൾ ടോക്ക്, വാട്ട് ഡു ദേ ടോക്ക്, ലെറ്റ് ദം ടോക്ക്. ആളുകൾ പറയുന്നു, അവരെന്ത് പറയുന്നു, അവരെന്തും പറഞ്ഞോട്ടെ, അത്ര തന്നെ. ദിലീപിനെ ഒന്നാം വെറുതെ വിട്ടോ, കുഴപ്പമില്ല. എല്ലാരും 6 പേരെ ശിക്ഷിച്ചു, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അവരതേക്കുറിച്ച് പറയുന്നേ ഇല്ല. ദിലീപിനെ ശിക്ഷിക്കാതിരുന്നു ഭയങ്കര പ്രശ്നമായി പോയി. എനിക്ക് പിന്നെ ദണ്ഡമില്ലാണ്ടിരിക്കോ? ദിലീപിനെ ശിക്ഷിക്കുന്നത് കോടതിയാ തീരുമാനിക്കുന്നത്. വർഷങ്ങൾ നീണ്ട ലീഗൽ പ്രൊസീഡിങ്സ് ഉണ്ട്. നിങ്ങൾ കോടതി എന്ന് പറഞ്ഞതേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മാർജിൻ ഫ്രീ മാർക്കറ്റ് അല്ല. ശ്രീ സജി നന്ദിയേട്ടൻ, കേസിന്റെ മെറിറ്റും അതവിടെ നിൽക്കട്ടെ. അതായത് ഈ പറയുന്നതാണ് താരസംഘടനയ്ക്കുള്ള നിലപാട്. താരസംഘടനയ്ക്ക് ദിലീപിനെ തള്ളിക്കളയാൻ കഴിയില്ല. അയ്യോ, വർക്കിയുടെ കാര്യം വർക്കി നോക്കിക്കോളാം. ദിലീപ് കഴിഞ്ഞിട്ടേ അടുത്ത പ്രയോറിറ്റി വരൂ. അത് സജി നന്ദിയേട്ടൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് അല്ലെ? എനിക്ക് ആ ചിത്രം ഒന്ന് ക്ലിയർ ആവാനാണ്. എന്റെ മോൾ ഇവന് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായി. ശരി ശ്രീ സജി നന്ദിയേട്ടൻ, അത് ക്ലിയർ ആണ്. താങ്കൾ പറയുന്നതിലൊന്നും എനിക്ക് തർക്കമില്ല. കാരണം താങ്കൾ തുടർച്ചയായി ഒരു നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിലൊരു തർക്കവുമില്ല. അത് ക്ലിയർ ആണ്. ഇല്ല, ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. സജി നന്ദിയേട്ടൻ അടവമ്പൻ നിലപാടൊന്നും എടുക്കുന്നില്ല. അത് ക്ലിയർ ആണ്. ഇനി അതിന്റെ ബാക്കി ഞാൻ വരുന്നു. ദിവ്യ ദിവാകരൻ, ഇപ്പോഴെങ്ങനെ കിട്ടാനുള്ള കിട്ടിയല്ലോ.